ലാസ്റ്റ് വന്നത് ഉമ്മ. ലാസ്റ്റ് ഉമ്മി ലാസ്റ്റ്. 1 2 3 4 5 6 7 8 വന്നിട്ട് അതൊക്കെ അതിന്റെ ബുക്ക് എടുക്കുമ്പോ ആ ബുക്ക് കൊണ്ടടി, വലിയ ബുക്ക് കൊണ്ട് അതുണ്ട്. ആ ബുക്ക് കൂടെ എടുക്ക്. മറ്റേത് മറ്റേത് ചെറുതല്ല മറ്റേത്. അമ്മ മൂട്ട
Good afternoon, all. Good afternoon, ma'am. 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 Team, നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീണ്ടും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? കുറച്ച് ദിവസമായി കണ്ടിട്ട് എല്ലാവരെയും. അപ്പോ എന്തായാലും നമ്മള് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഏകദേശം 6 ചാപ്റ്റർ കഴിയാറായി അല്ലെ? അപ്പൊ അതിന്റെ ഒരു ലാസ്റ്റ് സെക്ഷൻ ഡോക്യുമെന്റേഷൻ എന്നുള്ളൊരു ഭാഗം മാത്രമേ നമുക്ക് എടുക്കാനുള്ളൂ ഇനി അല്ലെ? ഓക്കെ, വോയിസ് ക്ലിയർ ആണോ? പറയുന്നത് ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇനിയൊരു ഡോക്യുമെന്റേഷന്റെ ഭാഗം മാത്രമല്ലേ നിങ്ങൾക്ക് ഇനി എടുക്കാനുള്ളൂ അല്ലെ? നമ്മൾ അതുവരെ എടുത്തതല്ലേ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻ. വോയിസ് എന്താണോ പറയൂ, എന്താണ് നിങ്ങൾക്ക് പ്രശ്നം? എക്കോ പോലെയാണോ അല്ലെങ്കിൽ ക്ലിയർ അല്ല? എന്താ പറയുന്നത്? എല്ലാവർക്കും എങ്ങനെയാണോ? ബുദ്ധിമുട്ടുണ്ടോ? സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇപ്പൊ വോയിസ് ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട്? ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഇപ്പോ നമ്മള് ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റില് ആ ഡോക്യുമെന്റേഷന്റെ ഒരു ഭാഗം മാത്രമേ എടുക്കാനുള്ളൂ അല്ലെ? അപ്പൊ അതും കൂടി നമുക്കൊന്ന് കംപ്ലീറ്റ് ആവട്ടോ. ആ ഒരു ചാപ്റ്റർ, ആ ഒരു സെക്ഷൻ കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവേണ്ട. ജസ്റ്റ് ഒന്ന് വായിക്കാം. സ്പെഷ്യൽ കൺസിഡറേഷൻ നമ്മൾ പറഞ്ഞായിരുന്നോ? ഈ പോയിന്റ്സ് വരെയാണോ പറഞ്ഞു നിർത്തിയത്? ആണോ? ഓർമ്മയുണ്ടോ? കുറച്ച് ദിവസമായല്ലോ ക്ലാസ്. ഓക്കെ, സ്പെഷ്യൽ കൺസിഡറേഷൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ഇനി ഡോക്യുമെന്റേഷന്റെ ആ ഒരു ഭാഗം മാത്രം നോക്കാനുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഡോക്യുമെന്റേഷൻസിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഇത് വായിച്ചു പോകാനുള്ളൂ. വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടെന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ അധികം ചോദിക്കാറില്ല. അപ്പൊ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ലാതെ. അപ്പോ ഡോക്യുമെന്റേഷൻ നോക്കാം. ഒരു 4 പോയിന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. സ്പെഷ്യൽ കൺസിഡറേഷൻ പറഞ്ഞില്ല. ഓക്കെ, അത് വായിക്കാം, കുഴപ്പമില്ല, നമുക്ക് വായിക്കാം കേട്ടോ. അപ്പോ special consideration നോക്കാം. If the patient requires an ambulance to take him to another facility, make arrangement for transportation with the Social Services Administration. Make sure that necessary equipment is gathered to provide care in the course of transport. അതായത് ഇപ്പോ if the patient requires ambulance, ഇപ്പോ പേഷ്യന്റിന് ഒരു മറ്റൊരു ഫെസിലിറ്റിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് ആംബുലൻസിന്റെ ഫെസിലിറ്റീസ് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വിത്ത് സോഷ്യൽ സർവീസ് അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉപയോഗിക്കാം. അതായത് സേവന മന്ത്രാലയവുമായിട്ടൊക്കെ നമുക്ക് ആംബുലൻസുകളൊക്കെ ഇപ്പൊ സേവാ സംഘങ്ങളും മറ്റും അങ്ങനെയുള്ള ആംബുലൻസുകളൊക്കെ പ്രൊവൈഡഡ് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആംബുലൻസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാം. Make sure that that necessary equipment is gathered to provide care in the course of transport. ആ ട്രാൻസ്പോർട്ടിന്റെ സമയത്ത് ആ ഒരു ടൈമില് നെസസറി ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും അവൈലബിൾ ആണോ ഉണ്ട് എന്നൊന്ന് ഉറപ്പ് വരുത്തുക, ഷുവർ വരുത്തുക. മീൻസ് അതിനകത്ത് ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ
ആ ഉപകരണങ്ങൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അതാണ് സ്പെഷ്യൽ കൺസിഡറേഷനിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല, വായിക്കാൻ മാത്രമേ കേട്ടോ. ഇനി നമുക്ക് ഡോക്യുമെന്റേഷൻ നോക്കാം. ഡോക്യുമെന്റേഷനും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, അതിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. ഇതുവരെ അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. പഠിക്കേണ്ടെന്നല്ല, വായിക്കാം, മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റേഷനിൽ പറയാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം. The authentication of the patient transfer is most significant but often missed as a part of transfer. എന്താണ് authentication means? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഹോസ്പിറ്റലായിട്ടല്ല, അല്ലാതെ തന്നെ റിലേറ്റ് ചെയ്തിട്ട് authentication means കേട്ടിട്ടുണ്ടോ? ഒന്ന് കമന്റ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ authentication എന്താ? authentication means ആർക്കറിയില്ല? authentication means ആധികാരികത. ആധികാരികത മീൻസ് നമുക്കൊരു, നമ്മൾ പറഞ്ഞില്ലേ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറെ പേപ്പേഴ്സും ഡോക്യുമെന്റ്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട് അല്ലെ. അല്ലാതെ പെട്ടെന്ന് ഒരു വ്യക്തിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് അങ്ങനെ വിടുകയല്ല ചെയ്തത്. അതിനൊരു പ്രൊസീജിയേഴ്സും പ്രോസസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ ഒരു ആധികാരികത നമുക്ക് ഇതിനെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം അല്ലെ. അപ്പൊ authentication of patient transfer is most significant but often missed as a part of transfer. അപ്പോ ഒരു രോഗിയുടെ ഒരു എന്താ പറയാ ആധികാരികത എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണെന്ന്. പക്ഷെ ചില സമയങ്ങളിൽ ഈ ഒരു ആധികാരികത നഷ്ടപ്പെട്ടേക്കാം. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. നിങ്ങളൊന്ന് വായിക്കാം, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി കേട്ടോ, വലിയ കുഴപ്പമില്ല. അപ്പൊ എന്താണ് പേഷ്യന്റിന്റെ ആധികാരികത എന്ന് പറഞ്ഞാല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെ ചില സമയങ്ങളിൽ അത് മിസ് ചെയ്ത് പോകാറുണ്ട്, നഷ്ടപ്പെട്ടു പോകാറുണ്ട്. Then second point നോക്കാം. The authentication should be always be obvious at all stages of transfer. Obvious എന്താ? obvious നിങ്ങൾ ക്ലാസ്സിൽ ഇല്ല ആരും? ഒരു റെസ്പോണ്ട് ഇല്ലാലോ? എല്ലാവരും ഉണ്ടോ ക്ലാസ്സിൽ തന്നെ? ഉണ്ടോ? ഒബീഡിയന്റ് അല്ല, ഒബീവിയസ്. ഒബീവിയസ് മീൻസ് വ്യക്തമായിട്ടുള്ള എന്നൊക്കെ ഉള്ളത്. അത് കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള എന്നൊക്കെ ഉള്ളൊരു മീനിങ്. അപ്പൊ authentication should be ക്ലാരിറ്റി, ഓക്കെ, വ്യക്തമായിട്ടുള്ള, വ്യക്തത എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ authentication should be always obvious at all stages of transfer. അപ്പൊ കൈമാറ്റത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അത് എന്താ പറയാ വ്യക്തമായിരിക്കണം. ഓരോ കാര്യങ്ങളും ഓരോ പ്രോസസ്സും എങ്ങനെയാണോ അത് വ്യക്തമായിട്ട് തന്നെ ചെയ്യണം. Since it was the only legal report that the patient was transferred, അല്ലെ. അപ്പൊ ഇതൊരു ലീഗൽ റിപ്പോർട്ടാണ്. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതൊരു നിയമ റിപ്പോർട്ടാണെന്ന്. ഇനി എന്തൊക്കെയാണ് നിയമ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഇനി പറയുന്നത് കേട്ടോ. It must consist of patient condition, reason to transfer, names and designation of referring and receiving clinicians, details and status of important signs before the transfer, clinical events during the transfer and the treatment given. അതായത് നമ്മൾ പറഞ്ഞു, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എല്ലാ ഘട്ടങ്ങളിലും ഒരു ആധികാരികത വേണം, ഒരു authentication വേണം. അതുപോലെ എല്ലാ കാര്യങ്ങളും എന്ത് വേണം? വ്യക്തമായിരിക്കണം. പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ഒരു നിയമ റിപ്പോർട്ടായിട്ടാണ് നമ്മൾ സമർപ്പിക്കുന്നത്. ഇനി ഈ നിയമ റിപ്പോർട്ടിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് പേഷ്യന്റിന്റെ കണ്ടീഷൻ. എന്താണ് അപ്പോഴത്തെ സിറ്റുവേഷൻ, എങ്ങനെയാണ് ആളുടെ അവസ്ഥ, അതുപോലെ എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള റീസൺ എന്തുകൊണ്ടാണ് വ്യക്തമാക്കിയിരിക്കണം. അതുപോലെ നെയിം ആൻഡ് ഡെസിഗ്നേഷൻ ഓഫ് റെഫറിങ്, എവിടെ നിന്നാണ്, ഏത് ഹോസ്പിറ്റലിൽ നിന്നാണ്, ആ ഹോസ്പിറ്റലിന്റെ പേര്, റെഫർ ചെയ്ത ഹോസ്പിറ്റൽ എങ്ങോട്ടാണ് റിസീവ് ചെയ്തത്, ആ ഒരു ഹോസ്പിറ്റലിന്റെ പേര്, പിന്നെ ക്ലിനീഷ്യൻസിന്റെ ഡോക്ടേഴ്സിന്റെ പേരുകളും ഡീറ്റെയിൽസും വേണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് സയൻസ് ബിഫോർ ട്രാൻസ്ഫർ. കുറച്ച് ഡോക്യുമെന്റേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ, നമ്മൾ പറഞ്ഞ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്യണം, ഡോക്യുമെന്റേഷൻസും കാര്യങ്ങളും. അപ്പോ അങ്ങനെ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈഡുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാമാണ് ഈ ഒരു റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടത്. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. വായിച്ചാലും മനസ്സിലാകും കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ല. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. A standardized testimony should be used and sustained both for intra and inter-hospital transfer. The legal papers should be used for audit purpose for investigating the defects in the patient transfer. ഇനി സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി. എന്ത് സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ടുണ്ടോ? അറിയാവുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യാം. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി
ആരും കേട്ടിട്ടില്ല? ഹോസ്പിറ്റൽ പരമായിട്ടല്ല, അല്ലാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. അറിയില്ല. ഓക്കെ. സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി മീൻസ്, അതായത് ഒരു സാക്ഷ്യപത്രം. അത് കേട്ടിട്ടുണ്ടോ എല്ലാവരും? സാക്ഷ്യപത്രം കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടില്ല. സാക്ഷ്യപത്രം കേട്ടിട്ടുണ്ട് അല്ലെ? ഇപ്പൊ എന്തെങ്കിലും നമ്മള് ഇന്നത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കൊടുക്കില്ലേ നമ്മള്? സാക്ഷ്യപത്രം സൈൻ ചെയ്തൊക്കെ കൊടുക്കുക. ഓക്കെ, അതാണ് ഈ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് a standardized testimony should be used to sustained both for intra and inter hospital transfer. ഓക്കെ, അപ്പൊ ഒരു സാക്ഷ്യപത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇൻട്രാ ട്രാൻസ്ഫർ ആയാലും ഇന്റർ ട്രാൻസ്ഫർ ആയാലും അവിടെ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റിമണി ആവശ്യമാണെന്ന്, ഒരു സാക്ഷ്യപത്രം ആവശ്യമാണ് അല്ലെ? അപ്പോ ഇത് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സാക്ഷ്യപത്രം വേണ്ടതെന്നാണ് അടുത്തത് പറയുന്നത്. This legal paper should be used for audit purpose. Audit purpose വേണ്ടിയും നമ്മൾ അത് ഉപയോഗിക്കുന്നു. Then for investigating defects in the patient transfer. ഇനി പേഷ്യന്റിന്റെ ട്രാൻസ്ഫറിൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സാക്ഷ്യപത്രം ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, ഒരു സാക്ഷ്യപത്രം വേണം. അത് ഓഡിറ്റ് പർപ്പസിനും വേണ്ടി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എന്താ, ഓഡിറ്റ് പർപ്പസിനും അല്ലാതെ വരുന്ന ഈ മറ്റേ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സുകളും കാര്യങ്ങളും, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാക്ഷ്യപത്രം അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, last point, there should be an official handing over at the receiving facility between the transferring team and recovering team, who include doctors and nurses. അപ്പോ ഡോക്ടേഴ്സും ഒരു ട്രാൻസ്ഫറിംഗ് ടീം എന്ന് പറഞ്ഞാൽ അതിൽ ഡോക്ടേഴ്സും നഴ്സസും ഇൻക്ലൂഡഡ് ആണ്. അപ്പോ ഒരു ട്രാൻസ്ഫറിംഗ് ടീം തന്നെയാണ്, അതായത് ഡോക്ടേഴ്സും നഴ്സസും ഇൻക്ലൂഡ്. അവർക്കിടയിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കണം. റിസീവ് ചെയ്യുന്നതും ട്രാൻസ്ഫർ ചെയ്യുന്നതും സ്വീകരിക്കുന്ന ആ ഒരു ടീമും തമ്മിൽ, ടീമിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ഡോക്ടർ ഉണ്ടാവും, നഴ്സ് ഉണ്ടാവും. അവർ തമ്മിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ആവശ്യമാണ്. Then the different reports of clinical investigation and diagnostic studies should be transferred to a acquiring team. അതായത് ക്ലിനിക്കൽ ഇൻവെസ്റ്റിഗേഷന്റെയും അല്ലെങ്കിൽ മറ്റു രോഗനിർണയത്തിന്റെയൊക്കെ പഠനങ്ങളുടെ റിപ്പോർട്ടുകൾ ഈ അക്വയറിംഗ് ടീമിന് കൈമാറണം. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ഡോക്യുമെന്റേഷനിൽ പറയുന്നത്. അതായത് നമ്മൾ കോമൺ ആയിട്ട് ട്രാൻസ്ഫർ പേഷ്യന്റില് പൊതുവെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഡോക്യുമെന്റേഷനിൽ വരുന്നത്. നിങ്ങളൊന്ന് വായിച്ചാൽ മാത്രം മതി. അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, അധികം ക്വസ്റ്റ്യൻസ് ഒന്നും അവിടെ ചോദിക്കാറില്ല. എന്ത് ചെയ്യാ, ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇപ്പൊ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ അവിടെ വെച്ച് കഴിയല്ല കേട്ടോ. ഓക്കെ, പെട്ടെന്ന് കഴിഞ്ഞില്ലേ ചാപ്റ്റർ? നിങ്ങൾ അറിയാതെ തന്നെ ചാപ്റ്റർ കഴിഞ്ഞു പോയി അല്ലെ? വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? കുഴപ്പമുണ്ടോ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം കുറച്ച് പോയിന്റ്സുകൾ ചിലതിൽ കൂടുതൽ ഉണ്ടെന്നുള്ളൂ അല്ലെ? വലിയ ബുദ്ധിമുട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോർമൽ ആവറേജ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ലെവലായിരിക്കുമല്ലോ നമുക്ക്. ഓക്കെ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യാം. പിന്നെ ഞാൻ ഓരോ ക്ലാസ് എടുക്കുമ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനിൽ പറഞ്ഞു പോകാറുണ്ട് മാക്സിമം കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് പഠിക്കുക. ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന പോർഷൻസിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. ചിലതൊക്കെ നമുക്ക് അധികം ഞാൻ പറയാറില്ല, ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാത്ത സെക്ഷനുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാമെന്ന് വായിച്ചു വിടാം. ഓക്കെ, ഇപ്പൊ ഈ ലാസ്റ്റ് ഡോക്യുമെന്റേഷനൊക്കെ അധികം ക്വസ്റ്റ്യൻ ഒന്നും വരാറില്ല പൊതുവെ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ അധികം എക്സ്പ്ലനേഷൻ ചെയ്യണ്ടല്ലോ, അധികം മീൻസ് ചോദിക്കാറില്ല ആ ഭാഗത്തു നിന്നും. ഓക്കെ, ദെൻ നമ്മൾ ഇന്ന് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് പഠിച്ചതാണല്ലോ, പഠിച്ചോ? ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു, പക്ഷെ നിങ്ങൾ പഠിച്ചായിരുന്നോ? എല്ലാവരും അത്യാവശ്യം ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചതല്ലേ? ആണോ? നിങ്ങൾ പഠിച്ചോ? ഓക്കെ,
അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അതുപോലെയൊക്കെ തന്നെയാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. കുറച്ചുള്ളൂ, ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. അത്യാവശ്യം നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കാൻ എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോ ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. കയ്യിൽ കോപ്പി ഉള്ളവരാണെങ്കിൽ എടുത്ത് വെച്ചോളൂ. ഇനി കോപ്പി ഇല്ലാത്തവരാണെങ്കിൽ ടെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു പ്രിന്റഡ് കോപ്പി കയ്യിൽ എടുത്തു വെക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാലോ? പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങളുടെ അനുവാദത്തോട് കൂടിയിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റില് തന്നെ നമുക്ക് എന്താണ് ഒരു OPD എന്ന് പഠിക്കാം. മീൻസ് എന്താണ് ഒരു ടോട്ടൽ മീൻസ് ഒരു ഔട്ട്ലൈൻ എന്താണ് OPD, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിച്ചത്? ഇൻപേഷ്യന്റ്. എന്താ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല് ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ എന്ത് പറയും നമ്മള്? ഹോസ്പിറ്റലില് അഡ്മിറ്റഡ് ആകുന്നതാണോ അഡ്മിറ്റഡ് ആകാത്തതാണോ? അഡ്മിറ്റ് ആക്കിയ പേഷ്യന്റ് ഉള്ളിൽ. ഓക്കെ, ഓർമ്മയുണ്ട് കേട്ടോ. ഓക്കെ, ഓർമ്മയുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോ നമ്മൾ പറഞ്ഞു ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അല്ലെങ്കിൽ അഡ്മിറ്റഡ് ആക്കിയ പേഷ്യന്റ് ആണ് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഔട്ട് പേഷ്യന്റ് എന്തായിരിക്കും? അതിന്റെ ഓപ്പോസിറ്റ് അല്ല ഔട്ട് പേഷ്യന്റ്. എന്താ ഔട്ട് പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? അഡ്മിറ്റ് ആക്കാത്തത്. ഓക്കെ, അപ്പൊ ഒരു ഔട്ട് പേഷ്യന്റ് നമുക്കൊരു ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്നത് നമ്മൾ ഒരു പനിയോ ചുമയോ വന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു, ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കണ്ടു അല്ലെ. അതിനുശേഷം ഡോക്ടർ മെഡിസിൻ ഒക്കെ നൽകി, നമ്മൾ ഫാർമസിയിൽ പോയി മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു, വീട്ടിലേക്ക് തിരികെ പോയി. ആ ഒരു സിറ്റുവേഷനിൽ എന്താ പറയുക? ഔട്ട് പേഷ്യന്റ്. അതായത് നമ്മളവിടെ അഡ്മിറ്റഡ് ആയിട്ടില്ല, നമ്മൾ ട്രീറ്റ്മെന്റ്സിന് വേണ്ടി ഡോക്ടറിന്റെ അടുത്ത് ചെന്നു, ഡോക്ടറെ കണ്ടു, കൺസൾട്ടേഷൻ ഒക്കെ ചെയ്തു, മെഡിസിൻ വാങ്ങിച്ചു, തിരികെ വീട്ടിൽ പോയി. ആ ഒരു ഇതാണ് OPD ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഒറ്റതിൽ OPD എന്താണെന്ന് പറയാൻ സാധിക്കില്ല എല്ലാവർക്കും. ഓക്കെ, ക്ലിയർ ആയോ? ബാക്കി എല്ലാവർക്കും അതായത് അഡ്മിറ്റഡ് ആകുന്നില്ല, ഹോസ്പിറ്റലിൽ പോയി, നമ്മൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെന്നു, ഡോക്ടറെ കണ്ടു, ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു, മെഡിസിൻ ഒക്കെ തന്നു, നമ്മൾ തിരികെ വീട്ടിലേക്ക് പോയി. അതാണ് OPD ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഇൻട്രൊഡക്ഷൻ എന്താണോ പറയുന്നത് നോക്കാം. OPD means outpatient department. അറിയാലോ, outpatient department where patient come to the hospital to consult their health issue with the doctor to start the treatment. നമ്മളിപ്പോ പറഞ്ഞില്ലേ കാര്യങ്ങൾ തന്നെയാണല്ലോ അല്ലേ. അപ്പോ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അവിടെ where patient come to the hospital to consult their health issue. പേഷ്യന്റ് അവരുടെ ഹെൽത്ത് ഇഷ്യൂമായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വരുന്നു. ഡോക്ടർ എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, OPD service are medical care provided on an outpatient basis. ഇതൊരു OPD സർവീസസ് കൊടുക്കുന്നത് ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ് അല്ലെ. അഡ്മിറ്റഡ് ആകുന്നൊന്നുമില്ല അല്ലെ. അപ്പൊ അതിനുള്ള ഔട്ട് പേഷ്യന്റ് ബേസിസിലാണ് അവിടെ മെഡിക്കൽ കെയർ നൽകുന്നത്. ദാറ്റ് ഇൻക്ലൂഡ്, ഇനി എന്തൊക്കെയാണ് OPDയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നതെന്നാണ് ഇനി പറയുന്നത് കേട്ടോ. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലേഷൻ സർവീസസ്. ഓക്കെ, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്? ഡയഗ്നോസിസ്, നമുക്കറിയാം രോഗനിർണയം. ഒബ്സർവേഷൻ, നിരീക്ഷണം. കൺസൾട്ടേഷൻ, നമുക്കറിയാം നമ്മളെ ചിലപ്പോ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ ഇപ്പൊ ഒരു പനിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ട് ചെന്നു, ഇപ്പൊ നമ്മൾക്ക് ഡോക്ടർ മെഡിസിൻ ഒക്കെ ചെന്നു, ചിലപ്പോൾ നമ്മൾ ട്രിപ്പ് ഒക്കെ ഇട്ടൊന്ന് കിടക്കും, ഒരു ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ട്രിപ്പ് ഇട്ട് ചിലപ്പോ ഒരു വൈകുന്നേരം വരെ ഒന്നും കിടക്കണ്ട, ചിലപ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ ട്രിപ്പ് കഴിയുമ്പോൾ നമുക്ക് പോകാം, തിരികെ വീട്ടിലേക്ക് പോകാം അല്ലെ. അപ്പോൾ അഡ്മിറ്റഡ് ആക്കിയിട്ടില്ല അല്ലെ. അതും ഒരു OP, ഒബ്സർവേഷൻ എന്ന് പറയും നമ്മൾ അതിനെ ഇല്ലേ. നിങ്ങൾക്ക് സിമിലർ എക്സ്പീരിയൻസ്, സിമിലർ അനുഭവം ഉണ്ടോ? അവരാർക്കെങ്കിലും നമ്മൾ പോയി ഒരു ചിലപ്പോ ഒരു ട്രിപ്പ് ഒക്കെ ഇട്ട് ഉച്ചവരെയൊക്കെ കിടന്നിട്ടൊക്കെ ഉണ്ടാവും ഇല്ലേ? ഉണ്ടോ? ഓക്കെ, ഒരാൾക്ക് അനുഭവം ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നിരീക്ഷിക്കുകയാണ് നമ്മള്. ഈ ട്രിപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളും ഇതുമാരും ചെയ്യുകയാണ്. അതാണ് ഒബ്സർവേഷൻ. കൺസൾട്ടേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. കൺസൾട്ടേഷൻ നമുക്കറിയാം, നമ്മള് ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് കൺസൾട്ടേറ്റ് ഒക്കെ ചെയ്തത്. ട്രീറ്റ്മെന്റ്, ചികിത്സ അല്ലെ. അത് കഴിഞ്ഞ വീക്ക് കിടന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ട്രീറ്റ്മെന്റ്, ചികിത്സ. ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലേഷൻ. എന്താണ് ഇന്റർവെൻഷൻ? അത് കേട്ടിട്ടുണ്ടോ? ഇന്റർവെൻഷനും റീഹാബിലേഷനും. ഇന്റർവെൻഷൻ മീൻസ് ഇടപെടലുകൾ കേട്ടോ.
ഇടപെടലുകളാണ് ഇന്റർവെൻഷൻ കേട്ടോ. Then rehabilitation means പുനരധിവാസം. പുനരധിവാസം എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് എങ്ങനെ പഠിക്കാനുണ്ട് നോക്കാം കേട്ടോ. അപ്പോ OPD ഒന്നും കൂടി പറയാം. OPD എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, വേർ പേഷ്യന്റ് വരുന്നു, അവരുടെ ഹെൽത്ത് ഇഷ്യൂമായിട്ട് പേഷ്യന്റ് വന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ എന്ത് ചെയ്തു, ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. OPD സർവീസിൽ കൊടുക്കുന്നത് ഔട്ട് പേഷ്യന്റ് ബേസിസിലുള്ള മെഡിക്കൽ കെയറുകളാണ്, അതായത് അഡ്മിറ്റ് ആക്കുന്നില്ല. ഇനി അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസ്. ക്ലിയർ ആയോ? അത്രയും ഓക്കെയാണോ? ഒരു OPD എന്താണെന്നുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടിയോ എല്ലാവർക്കും? ഓക്കെ, ബാക്കി എല്ലാവർക്കും ഓക്കെയാണോ? OPD എളുപ്പമാണ്, നിങ്ങൾക്ക് സ്വയം വായിച്ചാല് മനസ്സിലാക്കാവുന്നുള്ളൂ. ഓക്കെ ഓക്കെ. ദെൻ ഇനി നമ്മള് OPD-യിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലേ? ഇനി അപ്പൊ അത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം കേട്ടോ. ഡയഗ്നോസിസ്. ഡയഗ്നോസിസ് നമുക്കറിയാം, നമ്മൾ പഠിച്ചതല്ലേ. എന്താ ഡയഗ്നോസിസ് മീനിങ്? ഞാൻ പറയൂ, ഡയഗ്നോസിസ് മീനിങ് എന്താ? ഡയഗ്നോസിസ് രോഗനിർണയം അല്ലേ? അപ്പൊ നോക്കാം എന്താ ഡയഗ്നോസിസ് നോക്കാം കേട്ടോ. The identification of nature of an illness or other problem by examination of symptoms. ഏതെങ്കിലും ലക്ഷണങ്ങളുടെ പരിശോധനയിലൂടെ രോഗത്തെ തിരിച്ചറിയുന്നതാണ് ഈ രോഗനിർണയം എന്ന് പറയുന്നത് അല്ലേ? നമ്മൾക്ക് എന്തെങ്കിലും ലക്ഷണങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകളൊക്കെ ചെയ്തു നമ്മൾ അത് എന്താണ് രോഗം എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് രോഗനിർണയം. ഡയഗ്നോസിസ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് nature of an illness or other problem by examination of symptoms. ലക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ടെസ്റ്റുകളും മറ്റും നടത്തിയിട്ട് എന്ത് ചെയ്യും? രോഗം കണ്ടുപിടിക്കും. അതാണ് ഡയഗ്നോസിസ്. ഓക്കെ. ഇനി സെക്കൻഡ് വൺ, ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ പറഞ്ഞില്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കേ അല്ലെങ്കിൽ ട്രിപ്പ് ഇട്ട് ഒരു കുറച്ചു നേരമൊക്കെ കിടത്തേക്ക് ചെയ്യേ, നമ്മൾ പ്രത്യേകമായിട്ട് ഒരു സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? The action of closely monitoring someone. ആരെങ്കിലും ഏതെങ്കിലും ഒരു പേഷ്യന്റിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നതിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓർക്കാം, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചിലപ്പോൾ ട്രിപ്പൊക്കെ ഇട്ട് നമ്മളെ കിടത്തുന്ന ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കാം കേട്ടോ. ഒബ്സർവേഷൻ. Then consultation എന്താണ്? A meeting with an expert medical officer in order to seek advice. അതായത് കൺസൾട്ടേഷൻ പറഞ്ഞാല് എന്താണ്? നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും, ഡോക്ടർ അതിനുള്ള അഡ്വൈസും മെഡിസിൻസും കാര്യങ്ങളൊക്കെ തരില്ലേ, അതിനാണ് ഈ കൺസൾട്ടേഷനോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കൺസൾട്ടേഷൻ. ട്രീറ്റ്മെന്റ്. ട്രീറ്റ്മെന്റ് എന്താ? ചികിത്സ അല്ലെ? The medical care given to a patient for illness or injury. എന്തെങ്കിലും അസുഖത്തിനോ അല്ലെങ്കിൽ ഇഞ്ചുറികളൊക്കെ വരുമ്പോൾ നമുക്ക് മെഡിക്കൽ കെയർ നൽകുന്നു. നമുക്കൊരു മീൻസ് നമുക്ക് കെയർ നൽകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇന്റർവെൻഷൻ. എന്താണ് ഇന്റർവെൻഷൻ? ഇടപെടൽ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് ഇടപെടൽ? നമുക്ക് നോക്കാം. Intervention, action taken to improve a medical disorder. അതായത് മെഡിക്കൽ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡിസോർഡർ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഇടപെട്ടുകൊണ്ട് അത് ശരിയായിട്ടുള്ള രീതിയിൽ ഓർഡർ ആയിട്ട് കൊണ്ടുവരുക. അതൊരു OPD-യിൽ വരുന്ന ഒരു ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർവെൻഷൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് മെഡിക്കൽ ഡിസോർഡറുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആക്ഷനിലൂടെ അത് ശരിയായിട്ട് ഒരു ഇടപെടലിലൂടെ നേരെയാക്കാനായിട്ട് സാധിക്കും. റീഹാബിലേഷൻ. എന്താ റീഹാബിലേഷൻ? റീഹാബിലേഷൻ കേട്ടിട്ടുണ്ടോ? പുനരധിവാസം. നമുക്ക് നോക്കാം കേട്ടോ. The action restoring someone to health or normal life through training and therapy after illness. ഒരു പേഷ്യന്റിനെ അവരുടെ ഒരു ഇപ്പോ മീൻസ് അതായത് ഇപ്പോ ഒരു പേഷ്യന്റ് ഇപ്പോ ഓൾറെഡി എന്തെങ്കിലും ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ പേഷ്യൻസിന്റെ കഴിഞ്ഞെങ്കിലും അയാളുടെ ഒരു ഹെൽത്തും അല്ലെങ്കിൽ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രെയിനിങ്ങുകളും തെറാപ്പിയൊക്കെ ഒരു രോഗത്തിന് ശേഷം കൊടുക്കുന്നതിനെയാണ് റീഹാബിലേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ റീഹാബിലേഷൻ മെന്റൽ ആൻഡ് ഫിസിക്കൽ ട്രീറ്റ്മെന്റ് അതിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ റീഹാബിലേഷൻ സെന്റർ കേട്ടിട്ടുണ്ടോ? ഓക്കെ.
യെസ്, ഓക്കെ. എന്തൊക്കെയാണ് റീഹാബിലേഷൻ സെന്ററിൽ ചെയ്യുന്നത്? എന്താണ് റീഹാബിലേഷൻ സെന്ററിൽ എന്താ ചെയ്യുന്നത്? ഫിസിയോതെറാപ്പി കേട്ടിട്ടുണ്ടോ? ഫിസിയോതെറാപ്പി കേട്ടിട്ടുണ്ട്. യോഗ, ഫിസിയോതെറാപ്പി. അതായത് നോർമൽ ലൈഫിലേക്ക് ചികിത്സയൊക്കെ കഴിഞ്ഞിട്ട് ആളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ റീഹാബിലേഷൻസിൽ വരുന്നത്. ഇപ്പോ ഫിസിയോതെറാപ്പി, യോഗ, കൗൺസിലിംഗ് നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര്. ഇതെല്ലാമാണ് ഈ ഒരു റീഹാബിലേഷൻസിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ദെൻ ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഈ പോയിന്റ്സ് വരെ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. അത്രയും വായിച്ച് ക്ലിയർ ആയതിനു ശേഷം നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ വായിച്ചോളൂ, റീഹാബിലേഷൻ വരെ വായിച്ചോളൂ കേട്ടോ. ഇന്റർവെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടപെടലുകൾ എന്നുള്ള അർത്ഥമാണ്. അതായത് ആക്ഷൻ ടേക്കൻ ടു ബി ഇംപ്രൂവ് മെഡിക്കൽ ഡിസോർഡർ. മെഡിക്കൽ ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഒന്ന് ഇടപെടലുകൾ നടത്താം കേട്ടോ. ദെൻ നിങ്ങളൊന്ന് അത്രയും ഭാഗം വായിക്കുക. OPD എന്താണെന്ന് മനസ്സിലാക്കാം. ദെൻ OPD-യിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, ദെൻ റീഹാബിലേഷൻ. ഓക്കെ, അത്രയും ഒന്ന് വായിക്കാം കേട്ടോ എല്ലാവരും. അത്രയും ഭാഗം വായിച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് അടുത്തതിനകത്തോട്ട് പോകാം. റീഹാബിലേഷന് അഡ്മിറ്റ് ആവുന്നത് മീൻസ് ചിലപ്പോ അത് ഇപ്പോ ഫിസിയോതെറാപ്പി ഡെയിലി പോയിട്ട് ചെയ്ത് വരുന്നവരുണ്ട്, അല്ലെങ്കിൽ അഡ്മിറ്റഡ് ആവുന്നവരും ഉണ്ട്. അതായത് ഒരു രോഗത്തിന്റെ ആ ചികിത്സയ്ക്ക് ശേഷം ആളെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെയാണ് റീഹാബിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ ഇപ്പോ ഫിസിയോതെറാപ്പി എന്നൊക്കെ പറയുമ്പോഴേ ഹോസ്പിറ്റലിൽ തന്നെ ആവണമെന്നില്ലല്ലോ. അതായത് വേറെ റീഹാബിലേഷൻ സെന്ററുകളിലൊക്കെ പോയിട്ടില്ല നമ്മൾ ചെയ്യുന്നത്. വായിച്ചു നോക്കിക്കോളൂ, സമയത്ത് തന്നെ വായിച്ചു നോക്കിക്കോളൂ ഇൻട്രൊഡക്ഷനും ദെൻ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. OPD എന്താണെന്ന് തറവായിട്ട് മനസ്സിലാക്കാം. അഡ്മിറ്റഡ് ആകുന്നതല്ല, നമ്മള് ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നമ്മൾ ഡോക്ടറെ വന്ന് കണ്ടു, ദെൻ അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, മെഡിസിൻ വാങ്ങിച്ചു, അഡ്മിറ്റഡ് ആകുന്നില്ല, വീട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് OPD-യിൽ വരുന്നത്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇൻ പേഷ്യന്റിൽ നമ്മൾ പറഞ്ഞു ഓൾറെഡി അവിടെ അഡ്മിറ്റഡ് ആകുന്നു, ഇൻ ഔട്ട്, അത് മാത്രം ഒന്ന് ഓർത്ത് വെക്കാം കേട്ടോ, മാറിപ്പോകരുത്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കണേ. ആ പോയിന്റ്സ് ഒന്ന് നോക്കി വെക്കണം കേട്ടോ. ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ, റീഹാബിലേഷൻ, ആ പോയിന്റുകൾ ഒന്ന് പഠിച്ചു വെക്കണേ. ഏതൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, വായിച്ചോ എല്ലാവരും? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ? ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മോഡ്യൂളൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ചാപ്റ്ററുകളൊക്കെയാണ്. ഒരു തേർഡ് മോഡ്യൂളൊക്കെ ആകുമ്പോഴാണ് കുറച്ച് ജനറൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് വരുന്നത്. ഓക്കെ, ബാക്കി വലിയ ബുദ്ധിമുട്ടില്ല അല്ലേ? ഇൻ പേഷ്യന്റും ഔട്ട് പേഷ്യന്റ് ഒക്കെ ഏകദേശം ഒരേ ലെവലിലേക്ക് ഉണ്ട് ചാപ്റ്റർ. അങ്ങനെ വലിയ ടഫായിട്ട് പറയാനൊന്നുമില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് OPD. എന്തൊക്കെയാണ് ഒരു OPD-യുടെ ഒബ്ജക്റ്റീവുകൾ? 4 പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. വളരെ ഷോർട്ട് ആക്കിയിട്ടുള്ള 4 പോയിന്റ് ആണ്. സോ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതിൽ കൂടുതൽ നമുക്ക് കുറയ്ക്കാനൊന്നും പറ്റില്ല. അപ്പോ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ, നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കെയർ തന്നെ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്തു കൊടുക്കുക. മോഡേൺ ടെക്നിക്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിനും ഇൻവെസ്റ്റിഗേഷനും വേണ്ടി മോഡേൺ ടെക്നിക്സുകൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റിന്റെ ഒരു സംതൃപ്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ സൗകര്യങ്ങൾ കൊണ്ടുവരിക.
Then good public relation. നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക. ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. 4 കാര്യങ്ങളാണ് ഒബ്ജക്റ്റീവ്സിന്റെ ഒപിഡിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് പഠിക്കാൻ മാക്സിമം ഷോർട്ടാക്കി 4 പോയിന്റ്സ് ആക്കി തന്നിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ കുറവ് ഷോർട്ടാക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാ? തന്നെ നിങ്ങൾ പഠിക്കാം. ഓഫ് കെയർ, investigation and treatment, facilities for total patient satisfaction, good public relation. കുഴപ്പമില്ലല്ലോ 4 പോയിന്റ്. ബുദ്ധിമുട്ടുണ്ടോ? 4 പോയിന്റ് ഇല്ല. ഓക്കെ, നിങ്ങൾ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. അത്യാവശ്യം എല്ലാവരും ഒരു +2 ലെവലൊക്കെ കഴിഞ്ഞ കുട്ടികളല്ലേ, ഡിഗ്രി ലെവലിൽ ഓരോരുത്തരും അല്ലേ. അപ്പൊ വലിയ ബുദ്ധിമുട്ടില്ല പഠിക്കാൻ. ഓക്കെ, then നോക്കാം. The scope of OPD includes the following. OPD-യിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സ്കോപ്പുകൾ എന്നാണ് പറയുന്നത്. ജസ്റ്റ് അതൊന്ന് എന്തൊക്കെയാണെന്ന് വായിച്ചിട്ട് പോകാം കേട്ടോ. കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയേഴ്സ്, സ്പെഷ്യാലിറ്റി സർവീസസ്. OPD-യിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത്? കൺസൾട്ടേഷൻ വരും അല്ലെ, OPD ഇൻക്ലൂഡഡ് ആണല്ലോ അത്. ഇൻവെസ്റ്റിഗേഷൻസ്, പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ, പിന്നെ സ്പെഷ്യാലിറ്റിയുള്ള സർവീസസുകളൊക്കെ. അതുപോലെ അടുത്തത് നോക്കാം. പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. ഇപ്പോ ഹെൽത്ത് കെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, ക്ലിനിക്കുകൾ, അതുമായിട്ടുള്ള ഹെൽത്ത് ക്ലിനിക്കുകൾ വരും. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ക്ലിനിക് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ക്ലിനിക്ക് വരും, ആന്റിനേറ്റൽ ക്ലിനിക്കും വരും. ഡയബറ്റിക് ക്ലിനിക്ക് അറിയാലോ, ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടി മാത്രമുള്ള ക്ലിനിക്കുകളും കാര്യങ്ങളും അല്ലെ. അതുപോലെ ആന്റിനേറ്റലിന് വേണ്ടി. എന്താണ് ആന്റിനേറ്റല്? ആന്റിനേറ്റല് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിയോനേറ്റല് കേട്ടിട്ടുണ്ടോ? നിയോനേറ്റൽ ഓർമ്മയുണ്ടോ? നിയോനേറ്റൽ എന്താ? അറിയാവുന്ന കുറച്ച് പേര് കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിയോനേറ്റൽ നമ്മൾ പറഞ്ഞു ന്യൂ ബോൺ ബേബീസ്, നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളത്. അതുപോലെ തന്നെ ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി കെയറിംഗിന്റെയാണ് ആന്റിനേറ്റൽ. മീൻസ് പ്രഗ്നൻസി പീരീഡിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ക്ലിനിക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഗർഭകാലം, ഓക്കെ, പ്രഗ്നൻസി ടൈമിൽ ആ കെയറിംഗ് ആണ് ആന്റിനേറ്റൽ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സൈഡിൽ ഒന്ന് നിങ്ങളൊന്ന് എഴുതിയിട്ടോളൂ, പ്രഗ്നൻസി കെയർ എഴുതിയിട്ടോളൂ കേട്ടോ. ആന്റിനേറ്റലിന്റെ അടുത്ത് കയ്യിൽ കോപ്പി ഉള്ളവരാണെങ്കിൽ അതിന്റെ സൈഡിൽ എഴുതിയിട്ടോളൂ എന്താ പ്രഗ്നൻസി കെയർ. ഇനി കോപ്പി എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന നോട്ട്ബുക്കിൽ ഒന്ന് എഴുതിയിട്ടോളൂ കേട്ടോ. ഓക്കെ, ആന്റിനേറ്റൽ എഴുതിട്ടോ എല്ലാവരും. ഇനി നാളെ ചോദിക്കുമ്പോൾ ചിലപ്പോ ആന്റിനേറ്റൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല. നിയോനേറ്റലും കൂടി ഒന്ന് സൈഡിൽ ഒന്ന് എഴുതിയിട്ടെ. ആന്റിനേറ്റലിന്റെ അടുത്ത് തന്നെ നിയോനേറ്റലും ഒന്ന് എഴുതിയിട്ടോളൂ കേട്ടോ. നിയോനേറ്റല് നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അതുകൂടി ഒന്ന് പെട്ടെന്ന് എഴുതിയിട്ടോളൂ, മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ആന്റിനേറ്റല് പ്രഗ്നൻസി കെയർ, ദെൻ നിയോനേറ്റൽ ന്യൂ ബോൺ ബേബി എഴുതിക്കോളൂ കേട്ടോ. ന്യൂ ബോൺ ഓക്കെ എഴുതിയ രണ്ടും. ആന്റിനേറ്റല് പ്രഗ്നൻസി കെയർ, നിയോനേറ്റല് നവജാത. ഓക്കെ, ക്ലിയർ ആയല്ലോ. Then റീഹാബിലേഷൻ സർവീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റീഹാബിലേഷൻ സർവീസസ് എന്താണെന്ന്. റീഹാബിലേഷൻ സർവീസസ് അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നോക്കി. ഫിസിയോതെറാപ്പി, ഓക്യുപേഷണൽ തെറാപ്പി, എക്സെട്ര. ഫിസിയോതെറാപ്പി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഓക്യുപേഷണൽ തെറാപ്പി മീൻസ് എന്താണ്? ഓക്യുപേഷൻ മീൻസ് എന്താണ്? ജോലി അല്ലെ. അതായത് ഇപ്പോ വ്യക്തികളുടെയോ അല്ലെങ്കിൽ കുറച്ച് ഗ്രൂപ്പുകളുടെയോ കമ്മ്യൂണിറ്റികളുടെയോ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അവരുടെ തൊഴിൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മീൻസ് ആ തൊഴിൽ വികസിപ്പിക്കാനും പരിപാലിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ആരോഗ്യ പ്രൊഫഷണലിന്റെ ഒരു മീൻസ് ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കില്ലേ, അതുപോലെ ചെയ്യുന്നതാണ് നമ്മൾ ഓക്യുപേഷണൽ തെറാപ്പി എന്ന് പറയുന്നത് കേട്ടോ. തൊഴിൽ സംബന്ധമായിട്ടുള്ള ചികിത്സാ രീതി എന്ന് പറയും. ഓക്കെ,
Then health education. Health education കൊടുക്കുക, ആരോഗ്യ വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് സ്കോപ്പ് ഓഫ് ഒ പി ഡിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇവിടെ ആന്റിനേറ്റൽ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തുമായിട്ടാണ് ആന്റിനേറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ളത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകം എഴുതി വെക്കാനായിട്ട് പറഞ്ഞത്. ഓക്കെ, സ്കോപ്പ് ഒന്നും കൂടി പറയാം. കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, സ്പെഷ്യാലിറ്റി സർവീസ്, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടിംഗ് ഹെൽത്ത് കെയർ ക്ലിനിക്ക്, ഹെൽത്ത് കെയർ ക്ലിനിക്കുകളൊക്കെ കൊണ്ടുവരിക. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഡയബറ്റിക് ക്ലിനിക്കുകളും ആന്റിനേറ്റൽ ക്ലിനിക്കുകൾ. Then rehabilitation services. എന്തൊക്കെയാണ് റീഹാബിലേഷൻ സർവീസസ്? ഫിസിയോതെറാപ്പി, ഇതുപോലെയുള്ള ഒക്യുപേഷണൽ തെറാപ്പി, അതുപോലെ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇത്രയുമാണ് സ്കോപ്പിൽ വരുന്നത്. Then ലൊക്കേഷൻ ഓഫ് ഒ പി ഡി. എവിടേക്കാണ് ഒ പി ഡിയുടെ ലൊക്കേഷൻസ് എന്നാണ് പറയുന്നത്. 4 പോയിന്റ് ഉള്ളൂ, മാക്സിമം എല്ലാം ഷോർട്ട് ആക്കി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കില്ല എപ്പോഴും ഒ പി ആണോ? നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും എനിക്ക് തോന്നുന്നു ഒരു 90% ഓഫ് ഹോസ്പിറ്റലുകളിൽ ഒ പി എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും അല്ലേ? ഇനി മാറ്റം ഉണ്ടാകുന്ന എനിക്ക് അറിയില്ല കേട്ടോ. ചില ഹോസ്പിറ്റലിൽ ചിലപ്പോൾ മാറ്റമൊക്കെ ഉണ്ടാവും. എങ്കിലും ഒരു എന്താ പറയാ 90% എനിക്ക് തോന്നുന്നു ഒ പി ഡി ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് അല്ലെ? അപ്പൊ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കും ഒ പി ഡി എന്ന് പറയുന്നത്. ഷുഡ് ഷെയർ വിത്ത്, മാറ്റം കണ്ടിട്ടില്ല എന്ന് പറയുന്നു. ഇനി പുതിയതായിട്ട് മാറ്റം ഉണ്ടാകുന്ന നമുക്കറിയില്ലല്ലോ. ഷുഡ് ഷെയർ വിത്ത് ഐ പി ഡി ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്റ്റിക് ഫെസിലിറ്റീസ്. ഇനി ഐ പി ഡി ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന്, ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്റ്റിക് ഫെസിലിറ്റീസ്. തെറാപ്റ്റിക് ഫെസിലിറ്റീസും ഡയഗ്നോസിസുമായിട്ടൊക്കെ ഒന്ന് കണക്ഷൻ ഉണ്ടെന്ന്. ദെൻ യൂണിഡയറക്ഷണൽ ഫ്ലോ. യൂണിഡയറക്ഷണൽ എന്താ? യൂണിഡയറക്ഷണൽ നിങ്ങള് യൂണി മോഡൽ, ഏകദിശ. ഇതിന്റെ പ്രോപ്പർ മലയാളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദിശ പ്രവാഹം എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും നിങ്ങൾ നോക്കണ്ട. അപ്പോ യൂണി എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതാണ്, അതായത് ഒരൊറ്റ ഫ്ലോയിലായിരിക്കും കാര്യങ്ങളത്. മീൻസ് നമ്മൾ പറഞ്ഞില്ലേ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കുന്നത്. സോ ആ ഒരു ഫ്ലോറിലായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. അത്രയും നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. ആ പോയിന്റ് തന്നെ നിങ്ങൾ പഠിച്ചോളൂ. യൂണി ഡയറക്ഷണൽ ഫ്ലോ തന്നെ. മലയാളം ഒന്നും അതിന് നോക്കാൻ നിൽക്കണ്ട. മലയാളം ചില ടേമുകളെ മലയാളം ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് അല്ലേ? സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഓക്കെ കമന്റ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പൊ യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒറ്റ ഇതിൽ തന്നെ പോകുന്നെന്നുള്ളത് ചിന്തിച്ചാൽ മതി. ദെൻ സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. എന്താ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാല്? എക്സ്പാൻഷൻ വിപുലീകരണത്തിന്റെ വ്യാപ്തി എന്നാണ് അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള മലയാളം എന്ന് പറഞ്ഞാല്. നമ്മള് നീട്ടുക, ഒ പി ഇതല്ലേ എല്ലാം എക്സ്പാൻഡ് ചെയ്യുന്നത്. ആ ഒരു സെക്ഷനിൽ നിന്നല്ലേ പിന്നെ അങ്ങനെയുള്ള വാർഡ്, റൂം, അല്ലെങ്കിൽ സ്കാനിങ്, ഓപ്പറേഷൻ തിയേറ്റർ, അല്ലെങ്കിൽ ICU അങ്ങനെയുള്ള സെക്ഷനുകളൊക്കെ ഇവിടെ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത്, വിപുലീകരിച്ച് പോകുന്നത്. അതാണ് സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. ആ ടൈം തന്നെ പഠിച്ചോളൂ കേട്ടോ. നിങ്ങൾ മലയാളം ചിലതിന്റെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, മലയാളം പ്രോപ്പർ ആയിട്ട് മലയാളം എന്ന് പറയുമ്പോൾ അയ്യോ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും അത്. ഇപ്പോ യൂണി ഡയറക്ഷൻ പറഞ്ഞില്ലേ, ഏകദിശ പ്രവാഹം, ഒരു ഐഡിയ ഇല്ല, ഒരു കണക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാ, ആ ഒരു പോയിന്റ് തന്നെ എടുത്ത് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞത് ഗ്രൗണ്ട് ഫ്ലോർ. പിന്നെ IPD ആയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഡയഗ്നോസ്റ്റിക്കും തെറാപ്പിക് ഫെസിലിറ്റീസ്. ദെൻ യൂണിഡയറക്ഷണൽ ഫ്ലോ, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. 4 പോയിന്റിലുള്ളൂ, വലിയ ബുദ്ധിമുട്ടില്ലാലോ. അപ്പൊ അത് തന്നെ ഒന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ദെൻ ഒബ്ജക്റ്റീവ്സും ലൊക്കേഷനും ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ദെൻ അടുത്തതിലേക്ക് പോകാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD 4 പോയിന്റ് ആണ്. അതുപോലെ തന്നെ പഠിക്കാം സ്കോപ്പ് എവിടെയൊക്കെയാണ് ഇൻക്ലൂഡഡ് ചെയ്തിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. അത് ദെൻ ലൊക്കേഷനും ഒന്ന് വായിക്കാം. വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഒരു 3 മിനിറ്റ് ടൈം മതിയാണ്, വായിച്ചോളൂ. ഇൻപേഷ്യന്റ് പോലെ തന്നെ അല്ലേ? വലിയ ബുദ്ധിമുട്ട് തോന്നിയോ നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ, ബുദ്ധിമുട്ടുണ്ടോ? ഇതുവരെ ഇല്ല. ഓക്കെ, ഇനി അങ്ങോട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. അത്ര വലിയ മീൻസ് ഇൻപേഷ്യന്റ് ഒക്കെ പോലെ തന്നെ ചെറിയൊരു ചാപ്റ്റർ ആണ് കേട്ടോ. പെട്ടെന്ന് തീരുന്ന ഒരു ചാപ്റ്റർ ആണ്. വലിയ ബുദ്ധിമുട്ടില്ല. ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒക്കെ ടീച്ചർ മുൻകൂട്ടി പറയാറുണ്ടല്ലോ നിങ്ങളോട്. ഓക്കെ, വായിച്ചോളൂ കേട്ടോ, വായിച്ചോളൂ.
ലൊക്കേഷനില് IPD ആയിട്ട് ഷെയർ ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് കേട്ടോ. ഇൻവേഷൻ, ഡയഗ്നോസ്റ്റിക്കും തെറാപ്റ്റിക് ഫെസിലിറ്റീസ് ഒക്കെ. ടെസ്റ്റുകളൊക്കെ നമ്മളൊക്കെ എടുത്തിട്ടല്ലേ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത്. സ്കോപ്പിൽ പറയുന്നത് ഹെൽത്ത് കെയർ ക്ലിനിക്കുകൾ പ്രൊവൈഡ് ചെയ്യുക. പ്രിവെന്റീവും പ്രൊമോട്ടീവിനൊക്കെ വേണ്ടിയിട്ട് കൂടുതലും ഹെൽത്ത് കെയർ ക്ലിനിക്കുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതിൽ ഉൾപ്പെടുന്നത് ഡയബറ്റിക് ക്ലിനിക്കുകളും ആന്റിനേറ്റൽ ക്ലിനിക്കുകളും കൂടുതൽ കൊടുക്കുക. അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആന്റിനേറ്റലിൽ ഇമ്പോർട്ടന്റ് കൊടുക്കണോണ്ട് പഠിക്കുമ്പോൾ. ഓക്കെ, ബാക്കി ഇമ്പോർട്ടന്റ് അല്ലാതല്ല, വായിച്ചു പോവുക. ആന്റിനേറ്റലിന്റെ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ റീഹാബിലേഷൻ സർവീസസ് ചിലപ്പോ ഒന്ന് പഠിച്ചു വെച്ചേക്കും. ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി ഒക്കെ റീഹാബിലേഷനിൽ വരുന്നതാണ്. അപ്പൊ അതിനൊക്കെ ഒന്ന് പ്രാധാന്യം കൊടുത്ത് പഠിക്കാം കേട്ടോ. ആന്റിനേറ്റലിൽ നിങ്ങൾ എഴുതി വെച്ചില്ലേ പ്രഗ്നൻസി പീരീഡിൽ ആ കെയറിന്. നിയോനെറ്റലും ഞാൻ പറഞ്ഞു എഴുതാൻ അറിയാവുന്നവരാണെങ്കിൽ എഴുതേണ്ട, നവജാത ശിശുക്കളുടെ. ഓക്കെ, ലൊക്കേഷൻ നിങ്ങൾ ആ സെയിം പോയിന്റ് എക്സാക്ട് പോയിന്റ് തന്നെ പഠിച്ചോളൂ. 4 പോയിന്റ് ആണ്, വലിയ ബുദ്ധിമുട്ടില്ല. അതിന് മലയാളം നോക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും. ഓക്കെ, റീഹാബിലേഷൻസിൽ ഡ്രഗ് അഡിക്റ്റേഴ്സിന്റെയും വരാം. കാരണം നോർമൽ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട ഇതിന് ചികിത്സയും റീഹാബിലേഷൻസിൽ ഉൾപ്പെടും കേട്ടോ. ഇപ്പോ എനിക്ക് തോന്നുന്നു നമ്മളല്ലേ, നമുക്കറിയാം വളരെ ചെറു പ്രായത്തിൽ തന്നെ ഈ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള, മീൻസ് എന്താ പറയാ, മയക്കുമരുന്നിനും മറ്റും അടിമകളായിട്ടുള്ള കുട്ടികളൊക്കെ ഇപ്പൊ പുകവലി അല്ലെങ്കിൽ മദ്യപാനം മറ്റ് എന്തെങ്കിലും കാരണങ്ങളാല് അഡിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മള് ഡി അഡിക്ഷൻ സെന്ററുമായിട്ട് പ്രത്യേകമുണ്ടല്ലോ അതിന്. അതും ഒരു റീഹാബിലേഷൻ സർവീസ് ആയിട്ട് കൂട്ടാം കേട്ടോ. ഡി അഡിക്ഷൻ സെന്റർ ആണ് അതിന്. എങ്കിലും അതൊരു റീഹാബിലേഷൻ ആണ്. വായിച്ചോ എല്ലാവരും? കംപ്ലീറ്റ് ആയോ? ഓക്കെ, നിങ്ങൾ ആരും ഒരു എനർജി ഇല്ലാലോ? എന്ത് പറ്റി? ഫുഡൊക്കെ കഴിഞ്ഞ് എല്ലാവരും വളരെ ക്ഷീണത്തിൽ ഇരിക്കുകയാണോ? ഒരു ക്ലാസ്സും കൂടി ഇല്ലേ? ഇല്ലേ? എന്ത് പറ്റി? ക്ലാസ് അങ്ങനെ ബോറായിട്ട് തോന്നുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, നോമ്പ് പിടിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ. ഓക്കെ, നിങ്ങൾക്ക് നോമ്പിന്റെ ക്ഷീണമൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മളുടെ ഒരു ഭാഗമല്ലേ അല്ലേ? നോമ്പ് പിടിക്കുമ്പോൾ നമുക്ക് നോമ്പ് പിടിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഒത്തിരി പേര് നോമ്പ് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ക്ഷീണമുണ്ടല്ലേ? ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. ഇന്ന് കൂടിയല്ല, 2 days അല്ലേ നിങ്ങൾക്ക് നോമ്പ് വരുന്നത്. ഓക്കെ, മഴ, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് അല്ലേ? നെറ്റ് ഇഷ്യൂ വരുന്നുണ്ടോ കുറച്ച് പേർക്കൊക്കെ? ഓക്കെ, മഴയുടെ അല്ലേ, കുഴപ്പമില്ല കേട്ടോ. അപ്പോ എക്കോ വരുന്നുണ്ടോ നിങ്ങൾക്കിപ്പോ? ഓക്കെ, ഓരോരുത്തർക്ക് പനിയും ഇതൊക്കെ ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ഓരോ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനൊക്കെ തരണം ചെയ്ത് നമുക്ക് പഠിക്കണം അല്ലേ? നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് മഴയും കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ അതിന്റെ നെറ്റ് ഇഷ്യൂ കൊണ്ടൊക്കെ ചിലപ്പോ എക്കോ അല്ലെങ്കിൽ സൗണ്ട് ഒക്കെ ചിലപ്പോ വരും കേട്ടോ. നെറ്റ് പോകുന്നത് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അത്. നെക്സ്റ്റ് നോക്കാം, ഏരിയ ഓഫ് OPD കേട്ടോ. ഏരിയ ഓഫ് OPD. അപ്പോ ഇവിടെ വരുന്നത് പേഷ്യന്റ് ഏരിയയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഏതൊക്കെ മീൻസ് OPDയിലെ ഏരിയകളാണ് പറയുന്നത്? പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. ഓരോ ഏരിയയിലും ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് പേഷ്യന്റ് ഏരിയ എടുക്കാം അല്ലെ? നിങ്ങൾ ടേബിൾ നോക്കണ്ട, നിങ്ങൾ ടേബിൾ നോക്കാണ്ട് നമുക്ക് ആദ്യം പറയാം. നമ്മൾ പേഷ്യന്റ് ആണ്. നമ്മൾ ഓരോരുത്തരും ഹോസ്പിറ്റലിലേക്ക് പോകാറില്ലേ അസുഖങ്ങളൊക്കെ വരുമ്പോ? നമ്മൾക്കോ നമ്മുടെ ഫാമിലിയുടെ ആർക്കെങ്കിലോ നമ്മുടെ കുട്ടികൾക്കോ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമല്ലോ. അപ്പൊ നമ്മുടെ പേഷ്യന്റ് ചെല്ലുമ്പോ നമ്മൾ പോണ ഏരിയകൾ ഏതൊക്കെയാണ്? പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്ത് എല്ലാവരും. പേഷ്യന്റ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? പെട്ടെന്ന് ഇട്ടോളൂ. ഓക്കെ, റിസപ്ഷൻ. എല്ലാവരും റിസപ്ഷൻ അടിച്ചിട്ടുണ്ട്. ഓക്കെ,
OP റിസപ്ഷൻ. എല്ലാരും റിസപ്ഷനിൽ തന്നെ നിൽക്കണം, പോയിട്ട് റിസപ്ഷനിൽ നിന്ന് പോകുന്നില്ലേ? എൻട്രൻസ്, വെയിറ്റിംഗ് ഏരിയ OP, then ക്യാഷ് OP, രജിസ്ട്രേഷൻ, ടോക്കൺ എടുത്തു, OP എക്സ്റേ, രജിസ്റ്റർ. ഓക്കെ. കൂൾ ബാർ. ഓക്കെ, കൂൾ ബാർ ശരിയാണ് കേട്ടോ. വെറൈറ്റി ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ, കൂൾ ബാർ. ഓക്കെ. ഫാർമസി, ലിഫ്റ്റ്. വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് ലിഫ്റ്റില്. ഇതിന്റെ സ്റ്റെപ്പ് പറയോ ആരെങ്കിലും? സ്റ്റെയർ കേസും കൂടി പറയോ? ATM, എൻക്വയറി. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു വിധം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞെല്ലാം ടേബിളിൽ വന്നിട്ടുണ്ടോ നോക്കാം. പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, മതി കേട്ടോ. എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. ബിൽഡിംഗ്, റിസപ്ഷനില്, ലിഫ്റ്റിൽ വരെ പോയ കാര്യം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, ഇനി സ്റ്റെപ്പ് കൂടി പറയുമോ ചോദിച്ചതാണ്. ഓക്കെ. അപ്പൊ പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. എൻട്രൻസ്, റിസപ്ഷൻ. എൻട്രൻസ് നമ്മൾ പറഞ്ഞു, എൻട്രൻസിൽ നമ്മൾ ആദ്യം വരുന്നത് അതെനിക്കും അറിയാം. നിങ്ങൾ ടേബിൾ നോക്കുന്ന അറിയാം, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതുള്ളൂ. നമുക്ക് അത്യാവശ്യം പറയണ്ടേ? ഓക്കെ. എല്ലാരും ടേബിൾ നോക്കി കാണും അല്ലെ? ലിഫ്റ്റ് പറഞ്ഞ ആൾക്കാരൊന്നും നോക്കി കാണില്ലല്ലോ അല്ലെ? ലിഫ്റ്റ് പറഞ്ഞത് ആരാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആള് സത്യസന്ധമായിട്ട് പറഞ്ഞാലുണ്ടോ? ഓക്കെ അല്ലേ? ആരാ എനിക്ക് കമന്റ് ഇട്ടേന്ന് അറിയില്ല, പറഞ്ഞതാണ് കേട്ടോ. ദെൻ അപ്പൊ പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് എൻട്രൻസ്, റിസപ്ഷൻ. എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, കൂൾ ബാർ. ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ കമന്റില്. സ്നാക്ക് ബാർ എന്ന് പറയുന്നത് കൂൾ ബാർ അല്ലെ? നമ്മൾ കുറെ നേരം വെയിറ്റ് ഒക്കെ ചെയ്തിരിക്കുമ്പോ ഹോസ്പിറ്റലിൽ ക്യാൻറ്റീൻ ഒക്കെ ഉണ്ടാവില്ലേ? ചായ കുടിക്കാനൊക്കെ നമ്മൾ പോകാറില്ലേ? ഇപ്പൊ കൂൾ ബാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പോയി വെള്ളം എന്തെങ്കിലുമൊക്കെ കുടിക്കും, റിഫ്രഷ് ആവാൻ വേണ്ടി. അതുപോലെ ATM മെഷീൻ എക്സെട്ര. ATM ആരോ പറഞ്ഞായിരുന്നു, എനിക്ക് തോന്നുന്നു നോക്കി പറഞ്ഞതായിരിക്കാൻ ചാൻസ് ഉണ്ട് കൂടുതൽ അല്ലെ? എല്ലാത്തിലും പറയാണ്ട, കുഴപ്പമൊന്നുമില്ല. അപ്പോ പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് നമ്മള് സ്വയം പോകുന്ന ആ ഒരു ഏരിയകൾ തന്നെ നമ്മളൊന്ന് ആലോചിക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഓരോരുത്തർ പോകുന്ന ഏരിയ പ്രത്യേകം പഠിക്കൊന്നും വേണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ ടേബിളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മെഷീൻസ്. അപ്പോ പേഷ്യന്റ് ഏരിയ ക്ലിയർ ആയി, പഠിച്ചു. ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? എല്ലാവരും പഠിച്ചോ? ഓക്കെ ആണോ? നമ്മൾ എക്സ്ട്രാ പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പോകുന്ന ഏരിയകളൊക്കെയാണത്. നെക്സ്റ്റ് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. കുറച്ചും കൂടി ഭരണപരമായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. അത് കുറച്ചും കൂടി കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏരിയ ആണ്. അവിടെ പേഷ്യന്റിന് നമുക്ക് സ്ഥാനമുണ്ട് അല്ലെ? നമ്മളാണല്ലോ ഒരു ഹോസ്പിറ്റലിലെ ഇത് പറയുന്നത്. റെക്കോർഡ് റൂം എന്ന് പറയുന്നത് ഇതുപോലെ ഈ പേഷ്യന്റ് റെക്കോർഡ് ചെയ്യുന്ന ഓരോ മീൻസ് ഇപ്പോ ഇപ്പൊ എക്സ്റേയും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾപ്പെടും കേട്ടോ റെക്കോർഡ് റൂമില്. അതായത് നമുക്കിപ്പോ ഒരു ഇഞ്ചക്ഷൻ എടുക്കാനും അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ? അങ്ങനത്തെ ഒരു റൂമാണത്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയാ, ഭരണപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഏരിയ. MRD എന്ന് പറയാം. അപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കാം. ഇത് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നില്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടല്ല, പറയാനൊക്കെ പറ്റും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസർ, അതുപോലെ പബ്ലിക് റിലേഷൻ ഓഫീസർ, PRO. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾ PRO എന്ന് കേട്ടിട്ടുണ്ടോ? ഹോസ്പിറ്റലിലെ PRO എന്നൊക്കെ പറയും, ഇച്ചിരി വലിയ പൊസിഷൻ ആണെന്നൊക്കെ പറയും ഇല്ലേ? കേട്ടിട്ടുണ്ടോ? ഒരാളെ മാത്രം കേട്ടിട്ടുള്ളൂ, ബാക്കി ആരും കേട്ടിട്ടില്ല? PRO കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പോ ഈ PRO എന്ന് പറഞ്ഞ വ്യക്തി ഹോസ്പിറ്റലിൽ ഒരു കുറച്ച് എന്താ പറയാ, ഒരു ഇച്ചിരി ഉയർന്ന ഒരു പൊസിഷൻ പദവിയാണ്. അപ്പൊ ആളാണ് കുറെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ഈ PROന് ഒത്തിരി ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് PROനെ പറ്റി പഠിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും പ്രശ്നിക്കണ്ട, അപ്പൊ ഞാൻ എടുത്തു തരാം. ഡീറ്റെയിൽ ആയിട്ട് PRO ആരാണ്, എന്താണ് അയാൾ ചെയ്യുന്നത്, എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോ പബ്ലിക് റിലേഷൻ ഓഫീസർ, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്റീവില് വരുന്നത്. അതായത് കുറച്ച് ക്യാഷ് പരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കണക്കും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സെക്ഷനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഉൾപ്പെടുന്നത്.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലുള്ളതൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസർ, പിന്നെ എന്താണ് അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, ദെൻ സ്റ്റോർ. ഓക്കെ, ദെൻ ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് ആരൊക്കെയാണെന്ന് നോക്കാം. ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ ചികിത്സാപരമായിട്ട് വന്ന ഏരിയകളില്ലേ, അത് നിങ്ങൾക്ക് അറിയാലോ. നമുക്ക് നോക്കാം. കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം. എക്സാമിനേഷൻ റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവേഷനിലേക്ക് ഇരിക്കുന്ന ഒരു റൂം. ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഇവിടെ എല്ലാം ചികിത്സയാണ് നൽകുന്നത് അല്ലെ. അപ്പൊ അതൊക്കെ എല്ലാം കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഓക്കെ, നമ്മുടെ ടേബിൾ ഒന്നുകൂടി പറയാം. ടേബിളിന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കണം. കാരണം നിങ്ങളോട് എക്സാമിന് ചിലപ്പോൾ ഏതെങ്കിലും പറഞ്ഞ തന്നിട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അണ്ടർ, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഏരിയയിൽ പെടാത്തത് ഏതാണെന്ന് ചോദിക്കാം. ഇപ്പോ എക്സാമിന് പറയണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കംസ് അണ്ടർ ദ ക്ലിനിക്കൽ ഏരിയ. ഓപ്ഷൻസ് തരികയാണ്. കൺസൾട്ടേഷൻ, ഫിസിയോതെറാപ്പി, റിസപ്ഷൻ, ബ്ലഡ് ബാങ്ക്. ഏതായിരിക്കും ആൻസർ? ക്ലിനിക്കൽ ഏരിയയിൽ പെടാത്തത് ഏതാണെന്ന്. കൺസൾട്ടേഷൻ, റിസപ്ഷൻ, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഏതായിരിക്കും? റിസപ്ഷൻ അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ സാധിച്ചു അല്ലെ. അതായത് അപ്പൊ നമ്മൾ ഓരോ ഏരിയയിലും ഏതൊക്കെയാണെന്ന് ഉള്ളതെന്ന് പഠിച്ചാൽ മാത്രമേ അതിലില്ലാത്തതിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. അപ്പൊ എന്ത് ചെയ്യാ, ഓരോ ഏരിയയിലും ഉള്ളവരെ പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കണം. എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ഒരു തരത്തിലായിരിക്കും. നമ്മൾക്ക് മീൻസ് എല്ലാ സ്റ്റുഡൻസിനും പൊതുവേ ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. നമ്മൾക്ക് ഒരു കാര്യം പെട്ടെന്ന് നോക്കുമ്പോ ഇപ്പൊ ഈ ടേബിൾ നോക്കുമ്പോ നമുക്ക് വലിയ കുഴപ്പമില്ല അല്ലെ. പേഷ്യന്റ് ഏരിയ അതൊക്കെ നമ്മൾ പോയിട്ടുള്ള ഏരിയയിലേക്ക് ഓർത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടും. വലിയ പ്രശ്നമില്ല, എക്സാമ്പിൾ വായിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും, സ്കിപ്പ് ചെയ്ത് വിടും. പക്ഷെ ഈ സ്കിപ്പ് ചെയ്യുന്നോടത്തുനിന്നായിരിക്കും കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പൊ അവിടെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും, അവിടെ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? എക്സാമിൽ എടുത്ത് കൺഫ്യൂഷൻ ആകും അല്ലേ. ഞാൻ പറഞ്ഞ കറക്റ്റ് ആണോ? ഈ ഒരു കോഴ്സിൽ മാത്രമല്ല, ഏതൊരു കോഴ്സ് എടുത്ത് നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് പൊതുവേ നമ്മൾ ചെയ്യാറുള്ള ഒരു സ്വഭാവം ഉള്ളത് അല്ലെ. നമ്മൾ കുറച്ച് എളുപ്പം കണ്ടാല് അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമ്മൾ അതിനെ പയ്യെ ഒന്ന് സ്കിപ്പ് ചെയ്ത് കളയും, എന്നിട്ട് അടുത്തത് അല്ലെ. അപ്പൊ അവസാനം എളുപ്പമുള്ളതെന്ന് ചോദിക്കുന്നതായിരിക്കും നമുക്ക് കിട്ടാതെ വരുന്നത് അല്ലേ. ഓൾമോസ്റ്റ് കുറച്ച് പേര് സത്യാവസ്ഥ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ അതനുസരിച്ചിട്ട് ഒന്ന് പഠിക്കാം കേട്ടോ. നിങ്ങൾ എളുപ്പമാണെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുതും വിട്ട് കളയരുതും പഠിക്കാം. കാരണം ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ പെട്ടെന്ന് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ലല്ലോ. ഓപ്ഷൻ ഉണ്ടെങ്കിലും കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ പറയുന്നത് എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, പബ്ലിക് റിലേഷൻ ഓഫീസ്, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ക്ലിനിക്കൽ ഏരിയയിൽ വരുന്നത് കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഓക്കെ, അപ്പൊ ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത് ആരും. എന്ത് ചെയ്യാം, അത് പൂർണ്ണമായിട്ട് തന്നെ ഓരോ ഏരിയയിൽ വരുന്നത് ആരൊക്കെയാണെന്ന് പഠിക്കണം. ഓക്കെ, ഇത്രയും പേര് ഇന്നത്തെ ക്ലാസ്സിൽ മതിയോ? അല്ലെ, കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് ടീച്ചർ. ഇത്രയും മതിയില്ലേ ഇന്നത്തെ ക്ലാസ്? അത് കൊടുത്ത് ബുദ്ധിമുട്ടാക്കണ്ട അല്ലേ. ഓക്കെ, അപ്പോ ഔട്ട് പേഷ്യന്റ് ആണ് നമ്മൾ തുടങ്ങിയത്. ഒരു എളുപ്പമാണ് ചാപ്റ്റർ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. സ്പീഡായിരുന്നോ കഴിഞ്ഞ ക്ലാസ്സുകള്? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ നിങ്ങൾ ഞാൻ ചോദിക്കുന്നില്ലേ, ഓരോന്നും പറയുന്നത് തന്നെ മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 2 പ്രാവശ്യത്തോളം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട് ഇല്ലേ. റിപ്പീറ്റ് ചെയ്ത് പറയാറുണ്ട് ഞാൻ.
അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കാറുണ്ട് മാക്സിമം നിങ്ങൾക്ക് മനസ്സിലായോ, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ വായിപ്പിച്ചതിന് ശേഷമാണ് ഒരുപാട് ആളുകൾ റിപ്പീറ്റ് ചെയ്ത് തരാറുണ്ടെന്നാണ് എന്റെ വിശ്വാസം. നിങ്ങളുടെ ഒരു ക്ലാസ്സിൽ മാത്രമല്ല എല്ലാ ബാച്ചിലും മാക്സിമം ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ നമുക്ക് മാക്സിമം സ്ലോ ആയിട്ട് വളരെ വലിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, നിങ്ങൾക്ക് തന്നെ അത് ബോറായിട്ട് തോന്നും. ഭയങ്കര സ്ലോയിൽ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ബോറിംഗ് ആയിട്ട് തന്നെ തോന്നും. അത്യാവശ്യം സ്പീഡിലൊക്കെ എടുക്കാമല്ലോ. വളരെ സ്പീഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല, ഒട്ടും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നമുക്കത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നാണ് ഇടയ്ക്ക് ഞാൻ ചോദിക്കുന്നത്. ഓക്കെ, കുറച്ച് ക്ലാസ്സിൽ സ്പീഡ് കൂടി പോയിട്ടുണ്ടാവും അല്ലെ, അത് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ ചിലപ്പോ നമ്മൾ കണ്ടിന്യൂസ് ക്ലാസ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മള് രാവിലെ തുടങ്ങി കണ്ടിന്യൂസ് ക്ലാസ് ആണ്. അപ്പോ ആ ഒരു ഫ്ലോയിൽ ചിലപ്പോ ഒത്തിരി സ്പീഡ് കൂടി പോകും. ഞാൻ ആദ്യമേ പറയാറുണ്ട് നിങ്ങളോട് അല്ലേ. അപ്പൊ ഭയങ്കര സ്പീഡ് കൂടുതൽ അപ്പൊ തന്നെ പറഞ്ഞോളൂ, ടീച്ചറെ സ്പീഡ് കൂടുതലാണ്, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് അൺമ്യൂട്ട് ചെയ്തൊക്കെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പൊ സ്പീഡിന്റെ കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞോളൂ, സ്പീഡ് കൂടുതലാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകണം, അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, വേറെ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇതുവരെ നന്നായിട്ട് നോക്കിക്കൊണ്ട് വരാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. Okay, thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you, ma'am.